യു എയിൽ കമ്പനികൾ വാല്യുവേഷൻ ചെയ്യുന്നത് മെയിൻ ആയിട്ട് 3 മെത്തേഡിലൂടെയാണ്. നമ്പർ 1 ഏർണിങ്സ് മൾട്ടിപ്ലയർ. അതായത് കമ്പനിയുടെ 1 ഇയർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സംഖ്യയായിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് ഇതിന്റെ കമ്പനിയുടെ വാല്യൂ ആയിട്ട് കണക്കാക്കണം. ഈ ഒരു മെത്തേഡ് മെയിൻ ആയിട്ട് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ SMEs ആണ് ഉപയോഗിക്കാറുള്ളത്. രണ്ടാമത്തെ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. നമ്മൾ കമ്പനിയുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എടുത്തിട്ട് അതിന്റെ ഇന്നത്തെ വാല്യൂ എടുത്തിട്ട് ഈ വാല്യൂ നമ്മൾ കമ്പനിയുടെ വാല്യൂ കണക്കാക്കുന്നത്. ഇത് ടെക് കമ്പനികൾക്കും ട്രേഡിംഗ് കമ്പനികൾക്കും ആപ്റ്റ് ഒരു മെത്തേഡാണ്. മൂന്നാമത്തെ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നെറ്റ് അസറ്റ് മെത്തേഡ്. കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്, എന്നിട്ട് ഇതിന്റെ റിസൾട്ട് കമ്പനിയുടെ വാല്യൂ കണക്കാക്കുന്നത്. ഈ ഒരു മെത്തേഡ് ആപ്റ്റ് ഉള്ളത് റിയൽ എസ്റ്റേറ്റ് കമ്പനി, കൺസ്ട്രക്ഷൻ കമ്പനി, ഈ ഒരു അതായത് കൂടുതൽ അസറ്റ് ബേസ്ഡ് ആയ കമ്പനികൾക്ക് ഈ ഒരു മെത്തേഡ് ആപ്റ്റ് ആയിരിക്കും. മെയിൻലി നമ്മൾ എന്താ ഫോക്കസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളെ ഫിനാൻഷ്യൽസും ബുക്സും പ്രോപ്പറായിട്ട് ക്ലീൻ ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുക. ഇത് ക്ലീൻ ആയെങ്കിൽ മാത്രമേ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ച് നമ്മളെ കമ്പനി വാല്യുവേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ.